ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ്. റഹീമേ, ഞങ്ങളും പാടട്ടെ അവരുടെ കൂട്ടുകാർ ജയിലീ കിടക്കണ ആയിഷ ഉമ്മാടെ ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് സാർ അഞ്ച് പൈസ ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ്. ഒരു ബസ് വന്നു നിന്നു. ആ ബസ്സിൽ നിന്നും ഒരു വൃദ്ധൻ വഴി വരുന്നു. താടിയും മുടിയും നീട്ടി ഒരു പ്രാകൃത രൂപത്തിൽ മനുഷ്യൻ. മക്കളെ, നിങ്ങളിൽ ആരാ ആയിഷ ഉമ്മാടെ പുന്നാര മോൻ? അതും ഞമ്മളാ. പൈസ ഞമ്മക്ക് കിട്ടണം. പൊട്ടുന്നിനെ ആ വൃദ്ധൻ റഹീമിനെ വാരിപ്പുണർന്നു. അയ്യോ, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിടറ പ്രാന്ത. റഹീമിനെ ഭ്രാന്തം പിടിച്ചാ ആളെ നാട്ടുകാരെ ഓടി വരണേ. റഹീമിനെ ഭ്രാന്തം പിടിച്ച് ആളുകളൊക്കെ ഓടിക്കൂടി. ആ ചുറ്റും കൂടി നിന്നവരോടായി ആ വൃദ്ധൻ ചോദിക്കുന്നു, എന്താ എന്താ നിങ്ങൾ നോക്കണേ? ഞമ്മളെ മനസ്സിലായില്ലേ? ഇത് ഞാനാണ്, ഞമ്മളാണ് ആയിഷയുടെ ബാപ്പ അദ്രമാൻ. അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാൻ. റഹീമിനെ തോളിലേറ്റിക്കൊണ്ട് ആ വൃദ്ധൻ നടന്നു. ആ തോളത്തിരുന്നു കൊണ്ട് റഹീം പാടുന്നു. ഉപ്പാപ്പാന്റെ തോളത്തിരുന്നു. ഉപ്പുപദത്തില്ല 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 അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ. ആ തെരുവ് വീതിക്ക് ഇക്കിളി പകരുന്ന സാർത്ഥകമായ അർത്ഥകമായ ഗാനങ്ങൾ പാടിക്കൊണ്ട് ആ തെരുവ് ഗായക സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. അമ്പിളി പെണ്ണിനെ മുത്തുവാൻ മാനത്ത് കൊമ്പനം വീശിയോരേ, നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിയറിയണ ചെമ്പൻ പൂലരി കണ്ട, ചെമ്പൻ പൂലരി കണ്ട. കാലങ്ങളായി ഞങ്ങളെയെല്ലാം വിഡ്ഢികളാക്കി, ജീവിതത്തിന്റെ സൗഭാഗ്യ മേഖലകളെല്ലാം സ്വന്തമാക്കി, ഇരുളിന്റെ തലയ്ക്കെട്ടും കെട്ടി ഇരുട്ടിന്റെ ഭരണം നടത്തുന്ന അല്ലയോ ഭരണാധികാരികളെ, നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ കൊമ്പൻ തലപ്പാവുണ്ടല്ലോ, ആ കൊമ്പൻ തലപ്പാവ് തട്ടിയറിയണ ചെമ്പൻ പൂലരി കണ്ട, ചെമ്പൻ പൂലരി കണ്ട. റഹീമേ, നമ്മളും പാടട്ടെ. എന്നായി ക്ഷയവലങ്ങു വപ്പിച്ചവർ, പൊന്നു റഹീമിനെ തെണ്ടാനെറിഞ്ഞവർ, കൽബ് കാണില്ലവർക്ക് കൊണ്ടായിരുന്നപ്പോഴേ വറത്തു തിന്നേന ഞാൻ, വറത്തു തിന്നേന ഞാൻ, വറത്തു തിന്നേന ഞാൻ. അമ്പിളി പെണ്ണിനെ മുത്തുവാൻ മാനത്ത് കൊമ്പനം വീശിയോരേ, നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിയറിയണ ചെമ്പൻ പൂലരി കണ്ട, ചെമ്പൻ പൂലരി കണ്ട, ചെമ്പൻ പൂലരി കണ്ട. പ്രിയമുള്ളവരെ, ആ
തെണ്ടിവർഗത്തിൻ്റെ ഗാഥ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ അനശ്വരനായ മഹാകവി വയലാർ രാമവർമ്മയുടെ ആയിഷ പൂർണ്ണമാകുകയാണ്. ഇത്രയും നേരം